രാജാക്കന്മാർ 2-ാം പുസ്തകം അധ്യായം 10. ആഹാബിന് ശമരിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹൂ ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമരിയായിലേക്ക് എഴുത്തുകൾ എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. അതിനാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയാലുടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ തിരഞ്ഞെടുത്ത് അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗ്രഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവിൻ. അവരോ ഏറ്റവും ഭയപ്പെട്ടു. 2 രാജാക്കന്മാർക്ക് അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. അതിനാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും അധ്യാപകന്മാരും യേഹൂവിന്റെ അടുക്കൽ ആളയച്ചു. ഞങ്ങൾ നിന്റെ ദാസന്മാർ, ഞങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒരുവനെയും രാജാവാക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറയിച്ചു. അവൻ രണ്ടാമതും എഴുതിയത്, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എൻ്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ തലനാളെ ഈ നേരത്തെ യസ്രിയേലിൽ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടിയായിരുന്നു. ഈ എഴുത്തവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെയും പിടിച്ചു കൊന്നു. അവരുടെ തല കൊട്ടയിലാക്കി യസ്രിയേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്നവനോട് അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അറിയിച്ചു. അവയെ പടിപ്പുരവാതിൽക്കൽ 2 കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വച്ചേക്കുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ അവൻ പുറത്തു ചെന്നു നിന്നു. സർവജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ നീതിമാന്മാർ. ഞാനോ എൻ്റെ യജമാനന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നു കളഞ്ഞു. എന്നാൽ ഇവരെ എല്ലാം കൊന്നത് ആർ? ആകയാൽ ദൈവം ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്ത ദൈവകൽപ്പനകളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിയുവിൻ. ദൈവം തന്റെ ദാസനായ ഏലിയ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ യേഹൂ യസ്രിയേലിൽ ആഹാബ് ഭവനത്തിൽ ശേഷിച്ചവരെയെല്ലാം അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ ശമരിയായിൽ ചെന്നു വഴിയിൽ ഇടയന്മാർ രോമം കത്തിരിക്കുന്ന വീടിന് അടുത്തെത്തിയപ്പോൾ യഹൂദ രാജാവായ അഹസ്യായുടെ സഹോദരന്മാരെ കണ്ടിട്ട്, നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യായുടെ സഹോദരന്മാർ, രാജാവിൻ്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവർ അവരെ ജീവനോടെ പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്തിരിക്കുന്ന വീടിൻ്റെ കളത്തിൽ വെച്ച് കൊന്നു. അവരിൽ ഒരുവനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിൻ്റെ മകൻ യോനാദാബിനെ കണ്ടു വന്ദനം ചെയ്തു. അവനോട്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട്
ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈതരിക. അവൻ കൈ കൊടുത്തു. അവൻ അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. നീ എന്നോടുകൂടെ വന്ന് ദൈവത്തെക്കുറിച്ച് എനിക്കുള്ള താല്പര്യം കാണുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി. ശമരിയായിൽ എത്തിയപ്പോൾ അവൻ ശമരിയായിൽ ആഹാബിന് ശേഷിച്ചവരെയെല്ലാം ദൈവം ഏലിയായോട് അരുളി ചെയ്ത വചനം പോലെ മുഴുവൻ സംഹരിച്ചു. പിന്നെ യേഹൂ സകല ജനത്തെയും കൂട്ടി അവരോട്, ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ, യേഹൂവോ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിൻ്റെ സകല പ്രവാചകന്മാരെയും എല്ലാ പൂജാരികളെയും സകല പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഒരുത്തനും വരാതിരിക്കരുത്. ഞാൻ ബാലിന് ഒരു മഹായാഗം കഴിക്കുവാൻ പോകുന്നു. വരാത്തവർ ആരും ജീവനോടെ ഇരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. ബാലിൻ്റെ പൂജാരികളെ നശിപ്പിക്കത്തക്കവണ്ണം യേഹൂ ഈ ഉപായം പ്രയോഗിച്ചു. ബാലിന് ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പിൻ എന്ന് യേഹൂ കൽപ്പിച്ചു. അവർ അങ്ങനെ ഘോഷിച്ചു. യേഹൂ ഇസ്രായേൽ ദേശത്ത് എല്ലാ സ്ഥലത്തെയും ആളയച്ചതുകൊണ്ട് ബാലിൻ്റെ സകല പൂജാരികളും വന്നു. ഒരുവനും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ക്ഷേത്രത്തിൽ കൂടി. ബാൽ ക്ഷേത്രം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ വസ്ത്രവിചാരകനോട്, ബാലിൻ്റെ സകല പൂജാരികൾക്കും വസ്ത്രം കൊണ്ടുവന്നു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. അവൻ വസ്ത്രം കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ യേഹൂവും രേഖാബിൻ്റെ മകനായ യോനാദാബും ബാലിൻ്റെ ക്ഷേത്രത്തിൽ കടന്നു ബാലിൻ്റെ പൂജാരികളോട്, ബാലിൻ്റെ പൂജാരികൾ മാത്രമല്ലാതെ ദൈവത്തിൻ്റെ പൂജാരികൾ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് പരിശോധിപ്പിൻ എന്ന് കൽപ്പിച്ചു. അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിക്കുവാൻ അകത്ത് ചെന്ന ശേഷം യേഹൂ പറഞ്ഞു, 80 പേരെ നിർത്തി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുവൻ രക്ഷപ്പെട്ടാൽ അവൻ്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവൻ്റെ ജീവനായിരിക്കും എന്ന് കൽപ്പിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹൂ അകമ്പടിക്കാരോടും സേനാനായകന്മാരോടും അകത്ത് കടന്ന് അവരെ കൊല്ലുവിൻ, ഒരുവനും പുറത്തു പോകരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ വാളാൽ അവരെ കൊന്നു. അകമ്പടിക്കാരും സേനാനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞു കളഞ്ഞു. ബാൽ ക്ഷേത്രത്തിൻ്റെ നഗരത്തിൽ ചെന്ന് ബാൽ ക്ഷേത്രത്തിലെ സ്തംഭ വിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. അവർ ബാൽ സ്തംഭത്തെ തകർത്തു. ബാൽ ക്ഷേത്രത്തെ ഇടിച്ചു അതിനെ മറപ്പുരയാക്കി. അത് ഇന്നുവരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു. എങ്കിലും ബേഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യിച്ച് നെബാത്തിൻ്റെ മകനായ യെരോബെയാമിൻ്റെ പാപങ്ങളെ യേഹൂ വിട്ടുമാറിയില്ല. ദൈവം യേഹൂവിനോട്, എനിക്ക് ഇഷ്ടമുള്ളത് നീ നന്നായി അനുഷ്ഠിച്ചതുകൊണ്ടും എൻ്റെ ഇഷ്ടാനുസരണം എല്ലാം ആഹാബ് ഗൃഹത്തോട് ചെയ്തതിനാലും നിന്റെ പുത്രന്മാർ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ
4-ാം തലമുറ വിരിക്കും എന്നരുളി ചെയ്തു. എങ്കിലും യേഹൂ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണപ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് താല്പര്യം കാണിച്ചില്ല. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യെരൊബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയില്ല. ആ കാലത്ത് ദൈവം ഇസ്രായേലിനെ അല്പമാക്കുവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിന്റെ അതിരുകളിലെല്ലാം അവരെ തോൽപ്പിച്ചു. അവർ യോർദാന് കിഴക്ക് ഗാദ്യർ, രൂബേന്യർ, മനശ്ശെയർ എന്നിവരുടെ ദേശമായ ഗിലെയാദ് മുഴുവനും അർന്നോൻ തോട്ടിനരികെയുള്ള ആരോവേർ മുതൽ ഗിലെയാദും ബാശാനും ജയിച്ചടക്കി. യേഹുവിന്റെ മറ്റുള്ള വിവരങ്ങളും അവൻ ചെയ്തതെല്ലാം അവന്റെ സകല വീര്യപ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. യേഹൂ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കി. അവന്റെ മകനായ യഹോവാഹാസ് അവന് പകരം രാജാവായി. യേഹൂ ശമര്യയിൽ ഇസ്രായേലിനെ 28 സംവത്സരം ഭരിച്ചു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.